ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. വല്ലഭനും പുല്ലും ആയുധം ചൊല്ല്. വന്ദനയ്ക്ക് പഴത്തുലി ആയുധം. സോറി വന്ദന. വന്ദന വീഴാൻ പോയതുകൊണ്ടാ വന്ദനയുടെ ദേഹത്ത് പെർമിഷൻ ഇല്ലാതെ ഞാൻ തൊട്ടത്. വന്ദനെ, നോക്കിയും കണ്ടുമൊക്കെ നടക്കണ്ടേ? സ്വയം മറന്നു കിടന്നാ ഇങ്ങനെ ഇരിക്കും. പഴത്തിലിടാൻ തോന്നിയത്. ഏട്ടാ പിടിക്കേ.
എന്തിനാ ഏട്ടാ ഇത്രയും ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചേ? ഇവിടെ ഇരിക്കുകയല്ലേ എല്ലാം. പക്ഷേ ഇത് നിനക്കുള്ളതല്ല, എന്റെ കുഞ്ഞിന് വേണ്ടി പ്രത്യേകം വരുത്തിച്ചതാ. ഇതേ രാസവളമൊന്നും ഇടാതെ ബാംഗ്ലൂരിലെ ഒരു തോട്ടത്തില് ഒരു സിനിമാ സ്റ്റാറിന് വേണ്ടി വിളയിച്ചതാ. പൊന്നും വില കൊടുത്ത് വാങ്ങിയതാ. ധൈര്യമായിട്ട് കഴിച്ചോ. കഴിക്കുക. ഇത് തൊലിയോടെ വേണം കഴിക്കാൻ. ഇത് കഴിച്ചങ്ങ് അകത്ത് ചെല്ലുമ്പോ എന്റെ മോള് വർഷയുടെ വയറ്റിലിട്ടൊരു കുത്ത് തരും. എന്നിട്ട് പറയും അച്ഛനൊരു സൂപ്പറാണെന്ന്. ആര്? മോളോ? ആ, മോള്. അയ്യടാ, എനിക്ക് മോനെയാ വേണ്ടത്. എനിക്ക് എന്റെ വർഷയെ പോലെ ഒരു മോളെ വേണം. ഇതുപോലൊരു മോളുണ്ടെങ്കിൽ പിന്നെ വിക്രം അനാഥനല്ലോ. ഏട്ടാ, ഇനി അങ്ങനെ ഒരു വാക്ക് പറയരുത്, എനിക്ക് സങ്കടാവും. വർഷയ്ക്ക് സങ്കടാവുമെങ്കിൽ ഇനി ഞാൻ അങ്ങനെ പറയുന്നതേ ഇല്ല. എന്താ പോരെ? ഞാൻ എന്റെ ഇഷ്ടം ഏട്ടനോട് പറയട്ടെ. പറയും. എനിക്ക് എന്റെ ഏട്ടനെ പോലൊരു ജൂനിയർ വിക്രമിനെ വേണം. ഏട്ടന് കിട്ടാതെ പോയ സ്നേഹം എനിക്ക് അവന് കൊടുത്ത് ആ കടം വീട്ടണം. ഒരച്ഛന്റെ സ്നേഹം കിട്ടാതെ വളർന്നവനാ ഞാൻ. എന്റെ കുഞ്ഞിന് അതുണ്ടാവരുത്. പക്ഷെ നമുക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിന് സ്നേഹം വാരിക്കൊരു കൊടുക്കുമ്പോ എന്നോടുള്ള സ്നേഹം കുറയരുത്. അതെനിക്ക് സഹിക്കൂല. അതെങ്ങനെയാട്ടാ എന്റെ സ്നേഹം കുറയുന്നത്? അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ തെറ്റല്ലേ? പക്ഷേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, എല്ലാത്തിനും ഒരു അളവുണ്ട്. സ്നേഹത്തിനും അതുണ്ട്. ഇത്രയും നാളും നിന്റെ മുഴുവൻ സ്നേഹത്തിന്റെ അവകാശി ഈ ഞാനായിരുന്നു. ആ സ്നേഹമാണ് നീ കുറച്ച് വീതിച്ച് നമ്മുടെ കുഞ്ഞിന് കൊടുക്കാൻ പോകുന്നത്. നിനക്കറിയില്ലേ, ഒരമ്മയ്ക്കിനി എത്രയൊക്കെ പറഞ്ഞാലും ഭർത്താവിനേക്കാൾ സ്നേഹം മക്കളോടായിരിക്കും. അങ്ങനെയാണോ? അത് കൊള്ളാലോ. എന്നാ എന്റെ ഏട്ടൻ കേട്ടോ, ഈ വർഷയുടെ ആദ്യത്തെ കുഞ്ഞ് എന്നും എപ്പോഴും എന്റെ ഏട്ടൻ തന്നെയായിരിക്കും. പക്ഷേ എന്നേക്കാൾ കൂടുതലായി വർഷ ആരെ സ്നേഹിക്കുന്നത് എനിക്ക് സഹിക്കൂല. സ്നേഹം കിട്ടാതെ വളർന്ന എനിക്ക് ഇപ്പോഴാണ് വർഷയുടെ സ്നേഹം കിട്ടി തുടങ്ങിയത്. അതൊരിക്കലും നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. ഏട്ടാ, എന്താ ഇങ്ങനൊക്കെ? പക്ഷേ നിനക്കറിയോ, ഈ ലോകത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കാനും വേദനിപ്പിക്കാനും കഴിയുന്നത് നിനക്കാ. കാരണം നീയാണ് എന്റെ ലോകം.